ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു അടിപൊളി ക്രിസ്റ്റൽ കമ്മലാണ്. അപ്പോൾ അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ കളർ ക്രിസ്റ്റലും അതായത് സീഡ് ബീഡ്സ് സെയിം കളർ തന്നെയാണ്. പിന്നെ ഒരു ഇയർ ഹുക്ക്, ഒരു ജംബറിങ്, പിന്നെ ഐപ്പിന്നും ഹെഡ് പിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഐപ്പിന് 3 ഹെഡ് പിന്ന് 1. പിന്നെ നമുക്ക് ടൂൾസ് കട്ടറും പ്ലെയറുമാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഐപ്പിൻ എടുക്കാം. ഐപ്പിന്നിൻ്റെ ഒരു ഭാഗത്ത് ലൂപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് ഐപ്പിന്. അപ്പോൾ ഐപ്പിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സീഡ് ബീഡ്സ് ബ്ലൂ കളർ അതിലോട്ട് കോർക്കാം. അതായത് ഒരു 3/4 ഭാഗം വരുന്ന അത്രയും കോർക്കണം. അതിനുശേഷം നമുക്കതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇതിലുള്ള പോലെ തന്നെ ഒരു ലൂപ്പ് ഇതിൻ്റെ മറ്റേ ഭാഗത്തു കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഏറ്റവും ചെറിയ മുത്ത് കോർക്കുന്നതായിരിക്കും ഇതിന് കൂടുതൽ ഭംഗി. അതുകൊണ്ടാണ് ഞാനിവിടെ സീഡ് ബീഡ്സ് എടുത്തിരിക്കുന്നത്. വേറെ റൗണ്ട് ഷേപ്പിലുള്ള കുറച്ച് വലിയ മുത്തൊക്കെ ആണെങ്കിൽ കൂടി നമുക്കിതിങ്ങനെ കോർത്തെടുക്കുമ്പോൾ വളയ്ക്കുന്ന സമയത്ത് അത്രയ്ക്ക് ഭംഗിയിൽ വരില്ല. അപ്പോൾ ഏറ്റവും ചെറിയ മുത്തായിരിക്കും ഈ ഡിസൈന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലൊരു ലൂപ്പ് ഉണ്ടാക്കാം. അതായത് 2 ഭാഗത്തും ഓരോ ലൂപ്പ് ഉണ്ടാക്കിയ ശേഷം നമുക്കിതൊന്നൊരു യു ഷേപ്പിൽ കറക്റ്റായിട്ടൊന്ന് വളച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മാർക്കർ പെന്നിൻ്റെ ബാക്കിൽ വെച്ചിട്ടിങ്ങനെ വളയ്ക്കുകയാണ്. വളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഗ്യാപ്പ് വേണ്ട. നമ്മളൊരു ജമ്പ് റിങ്ങിലാണ് ഈ 2 ലൂപ്പും കോർക്കുന്നത്. അപ്പോൾ അത്രയും അടുപ്പിച്ച് വരാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റ് യു ഷേപ്പിൽ വരുന്ന പോലെ തന്നെ വെച്ച് പ്രസ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇനി നമ്മൾ എടുക്കുന്നത് ഹെഡ് പിന്നാണ്. ഹെഡ് പിൻ അറിയാലോ, നമ്മൾ മൊട്ട് സൂചി പോലെ ഇരിക്കും കാണാനും ഒരു ഭാഗത്ത്. അപ്പോൾ അതിൽ നമ്മളൊരു ക്രിസ്റ്റൽ കോർത്തു. ഞാനിവിടെ ഒരു 4mm സൈസ് അല്ലെങ്കിൽ 6mm സൈസ് ആ ഒരു ടൈപ്പ് വലിപ്പമുള്ള മുത്തൊക്കെയാണ് ഈ ഡിസൈന് എടുക്കേണ്ടത്. അപ്പോൾ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു മീഡിയം സൈസ് കണക്കാക്കിയിട്ട് 6mm സൈസ് വരുന്ന മുത്തുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹെഡ് പിന്നിൽ കോർത്ത് പോലെ തന്നെ ബാക്കി 2 മുത്തും ഓരോ ഐ പിന്നിൽ ഇതുപോലെ കോർത്ത് മുകൾ ഭാഗത്ത് എക്സ്ട്രാ വരുന്നതുണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കുക. അങ്ങനെ 2 ഭാഗത്തും ലൂപ്പ് വരുന്ന പോലെ 2 മുത്ത് കോർത്ത് വെക്കുക. അപ്പോൾ ആദ്യം ഒരു മുത്ത് ഒരു ഹെഡ് പിന്നിലും 2 മുത്ത് 2 ഐ പിന്നിലുമാണ് ഇവിടെ നമ്മൾ കോർക്കുന്നത്. അപ്പോൾ ഒരു മുത്തിന് 2 ഭാഗത്തും നമ്മൾ ലൂപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ ഐ പിന്നിലും ഈ ഒരു മുത്ത് കോർത്ത് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കമ്മലാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ജംബറിങ് എടുക്കുക, അതായത് പട്ടക്കണ്ണി എടുക്കുക. അതൊന്ന് അകത്തിയ ശേഷം നമ്മൾ ആദ്യം കോർക്കുന്നത് ഫസ്റ്റ് നമ്മൾ കോർത്ത് വെച്ചിട്ടുണ്ടല്ലോ സീഡ് ബീഡ്സ് കോർത്ത് വെച്ചിരിക്കുന്ന ഈ ഐ പിന്നിൻ്റെ ഒരു ലൂപ്പാണ് ആദ്യം കോർക്കേണ്ടത്. അതിനുശേഷം ഹെഡ് പിന്നിൽ കോർത്ത് വെച്ചിരിക്കുന്ന ഒരു മുത്തില്ലേ അത് കോർക്കാം. അതിൻ്റെ ലൂപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് കോർക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മറ്റേ ഭാഗത്തുള്ള ലൂപ്പിൽ കൂടെ കോർത്ത് ക്ലോസ് ചെയ്യരുത്. കോർത്ത ശേഷം നമ്മുടെ ഒരു ഐപ്പിനിൽ കോർത്ത് വെച്ചിരിക്കുന്ന 2 മുത്തുകളുണ്ടല്ലോ അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഇതിൽ കോർക്കാം. അപ്പോൾ ആ ഒരു മുത്ത് കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജംബറിങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആ ഒരു കമ്മലിൻ്റെ ഒരു മെയിൻ പോർഷൻ ആയി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അതായത് ഒരു യു ഷേപ്പിൻ്റെ ഉള്ളിലൊരു മുത്ത് വരും, ജംബറിങ്ങിൻ്റെ മുകളിലൊരു മുത്ത് വരും. ഈ ഒരു ഡിസൈൻ ഇത്രയും വരും. അപ്പോൾ ഇത്രയും മതി കമ്മലെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ചെറിയ കമ്മലാണെങ്കിൽ ഇതാണ് മെയിൻ ഡിസൈൻ. നമുക്കിതിന് എത്രത്തോളം നീളം വേണോ കമ്മൽ അതിനനുസരിച്ച് മുത്തിൻ്റെ എണ്ണം കൂട്ടാം. ഇപ്പോൾ ഇത്രയും മതിയെങ്കിൽ ഇതിന് മുകളിൽ ഡയറക്റ്റായിട്ട് ഈ ഹുക്ക് കോർത്താൽ മതി. ഞാനിവിടെ ഒരു മുത്ത് കൂടി കോർക്കുന്നുണ്ട്. അതായത് ജംബറിങ്ങിൻ്റെ മുകളിൽ 2 മുത്താണ് കോർക്കുന്നത്. നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ 2, 3 കോർക്കുക, അല്ലെങ്കിൽ ഇത് ഒരു മുത്ത് കോർത്തിട്ട് ഇതുപോലെ ഹുക്ക് കോർത്താലും മതി. അപ്പോൾ കമ്മലിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ 2, 3, 4 അങ്ങനെ ഒരു 5 മുത്ത് വരെ കോർത്താലും ഭംഗിയുണ്ടാകും. ഞാനിവിടെ 2 മുത്തേ കോർക്കുന്നുള്ളൂ. അപ്പോൾ കോർത്ത ശേഷം ഇതേപോലെ തന്നെ നമ്മൾ ഓരോന്നിനും ലൂപ്പ് അകത്തുക, കോർക്കുക. അതിനുശേഷം ലൂപ്പ് ക്ലോസ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് വരുന്ന ലൂപ്പ് ഇതേപോലെ തന്നെ അകത്തിയിട്ട് നമ്മുടെ ഹുക്ക് ഉണ്ടല്ലോ ഇയർ ഹുക്കിൻ്റെ ലൂപ്പ് കൂടി അതിൽ കോർത്ത ശേഷം നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കമ്മലോട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കമ്മൽ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.